ടാരോട്ട് ഹീലിംഗ് വിത്ത് ശ്രീരുദ്രയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ തലക്കെട്ട് ഇതാണ്: എനിക്ക് മനസ്സിന് ശാന്തിയും സമാധാനവും ലഭിക്കാൻ ഞാൻ എന്തു ചെയ്യണം എന്നുള്ളതാണ്. ഇത് 3 കാർഡ് സ്പ്രെഡാണ്. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാൻ കൂട്ടുകാരെ. പാസ്റ്റിലെ കാർഡ് നൈറ്റ് ഓഫ് വാൺസ് എന്ന മൈനർ ആർക്കാന കാർഡാണ്. ഇത് അഗ്നിതത്വത്തെ കുറിക്കുന്ന ഒരു കാർഡാണ്. മെയിൽ എനർജിയെ ഇത് സൂചിപ്പിക്കുന്നു. സഫലീകരണമാണ് മറ്റൊരു സൂചന. ഉത്സാഹം, സ്വാതന്ത്ര്യം, വാർത്തകൾ, ആശയവിനിമയം, ഉയർന്ന ഊർജം എന്നിവയും ഈ കാർഡിൽ കൂടെ സൂചന നൽകുന്നുണ്ട്. മനസ്സിന് ശാന്തിയും സമാധാനവും ലഭിക്കാൻ ഞാൻ എന്തു ചെയ്യണം എന്നുള്ളതാണല്ലോ തലക്കെട്ട്. ഈ ചിത്രത്തിലൂടെ ലഭിക്കുന്ന സൂചന നിങ്ങൾ സാഹസികത ഇഷ്ടപ്പെടുന്നതായി കാണുന്നുണ്ട്. നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എന്ത് കാര്യമായാലും അതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോവുക. ആ വേഗത തന്നെയാണ് ഇന്ന് നിങ്ങളിൽ കാണാനും കഴിയുന്നത്. ചിത്രത്തിൽ നിങ്ങൾ കാണുന്ന ഓറഞ്ച് നിറം, ആ കുതിര, ഇതൊക്കെ എനർജിയോടും പാഷനോടും കൂടി വർക്ക് ചെയ്യുക എന്നുള്ളതിനെ സൂചിപ്പിക്കുന്നുണ്ട്. ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യം വിജയകരമാക്കി തീർക്കുക. നമ്മൾ ഏറ്റെടുക്കുന്ന വർക്കുകൾ ഭംഗിയായി ചെയ്യുമ്പോൾ തന്നെ നമുക്ക് സമാധാനവും ശാന്തിയും ലഭിക്കും. നമുക്ക് യൂണിവേഴ്സ് നൽകിയിരിക്കുന്ന ബ്ലെസ്സിങ്സ്, അത് ധനമായാലും വിദ്യയായാലും എന്തായാലും മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായ രീതിയിൽ വിനിയോഗിക്കാൻ ശ്രമിക്കുക. ഒരു 10% ചാരിറ്റി നൽകുക. ഉറ്റവരും ഉടയവരും ഇല്ലാത്തവരെ ചേർത്ത് പിടിക്കുക. അതും അർഹിക്കുന്നവർക്ക് മാത്രം നൽകുക. ആ ജേണിയിൽ കൂടി മുന്നോട്ട് പോവുക. യൂണിവേഴ്സ് നിങ്ങളോടൊപ്പമുണ്ട്. ഇനി പ്രസൻറ്റിലെ കാർഡ് 2 ഓഫ് വാൺസ് എന്ന കാർഡാണ്. ഇതും ഒരു ഫയർ എലമെൻറ്റിനെ സൂചിപ്പിക്കുന്ന കാർഡാണ്. 2 എന്ന നമ്പരും ആശയപരമായ കഴിവാണ് കാണിക്കുന്നത്. ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാം ഭൂഗോളം കയ്യിൽ പിടിച്ച് ഫ്യൂച്ചറിലേക്ക് കണ്ണുനട്ട് നിൽക്കുന്ന ഒരാളിനെ. നിങ്ങൾ ഫ്യൂച്ചറിനെ കുറിച്ച് പ്ലാൻ ചെയ്യുകയാണെന്ന് കാണാൻ സാധിക്കുന്നു. സ്വന്തം ലോകത്തിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നതായും കാണാൻ കഴിയുന്നുണ്ട്. അതിനെക്കുറിച്ച് ഓർത്ത് വറി ചെയ്യുന്നു. മനസ്സമാധാനം കളയേണ്ട എന്നാണ് പ്രപഞ്ചം നിങ്ങളോട് പറയുന്നത്. നിങ്ങളിൽ ആവശ്യത്തിനുള്ള ഊർജമുണ്ട്. ഈ ചിത്രത്തിലെ ചുവന്ന നിറമുള്ള വസ്ത്രം നിങ്ങളുടെ പാഷനെ സൂചിപ്പിക്കുന്നു. മുൻപിൽ ഒരു കടലും കാണാൻ കഴിയുന്നുണ്ടല്ലോ. നിങ്ങളൊരു യാത്രയ്ക്കുള്ള പുറപ്പാടിലാണ് എന്ന് കാണുന്നു. അതിനെക്കുറിച്ചുള്ള ടെൻഷനാണ് നിങ്ങളുടെ ഇപ്പോഴുള്ള മനസ്സമാധാനം നഷ്ടപ്പെടുത്തുന്നത്. പക്ഷേ ഒരു സമാധാനക്കേടും വേണ്ട. നിങ്ങൾ കംഫർട്ട് സോണിൽ ആണ് എന്ന് ഈ കാർഡിലൂടെ യൂണിവേഴ്സ് നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. അവസരങ്ങൾ എന്താണെങ്കിലും അത് ഏതാണെന്നൊക്കെ നോക്കി പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകാനാണ് പ്രപഞ്ചം നൽകുന്ന സൂചന. ഇനി ഫ്യൂച്ചറിലെ കാർഡ് നോക്കുമ്പോൾ വീൽ ഓഫ് ഫോർച്യൂൺ എന്ന മേജർ ആർക്കാന കാർഡാണ് കിട്ടിയിരിക്കുന്നത്. ഭാഗ്യം, വിധി, മാറ്റം, അവസരം എന്നിവ ഈ കാർഡ് നൽകുന്ന സൂചനകളാണ്. ഒരു വലിയ മാറ്റം ഉടനടി നിങ്ങൾക്ക് വരുന്നുണ്ട്. അതിനാൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നാണ് പ്രപഞ്ചം നിങ്ങളോട് ആവശ്യപ്പെടുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഉടനടി ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടാകും എന്നും കാണാൻ കഴിയുന്നുണ്ട്. തൊഴിൽപരമായ ഒരു മാറ്റമാകാം, ഭാഗ്യം വന്നു ചേരാം എന്നൊക്കെ സൂചന നൽകുന്നുണ്ട്. സാമ്പത്തികപരമായ ഉന്നതിയും കാണുന്നുണ്ട്. ഇതിനെക്കുറിച്ച് ഓർത്തൊക്കെയാണ് നിങ്ങളുടെ മനസ്സിലെ ശാന്തി സമാധാനമില്ലായ്മയും ഉണ്ടായിരിക്കുന്നത്. അതൊന്നും കുഴപ്പമില്ല. അതോർത്ത് നിങ്ങൾ വറി ചെയ്യുകയും വേണ്ട. ധൈര്യമായി മുന്നോട്ട് പോവുക എന്നാണ് ഈ കാർഡിലൂടെ പ്രപഞ്ചം നമുക്ക് നൽകുന്ന സൂചന. അപ്പോൾ ഈ 3 കാർഡുകളും ചേർത്ത് വായിക്കുമ്പോൾ നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്ന പ്രവർത്തനങ്ങൾ അതിവേഗം അതിൽ ശ്രദ്ധാലുവായി നിന്ന് മുന്നോട്ട് കൊണ്ടുപോവുക. അത് ഭാവി ജീവിതത്തിൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന കാര്യങ്ങളാകാം. മടിച്ചു നിൽക്കേണ്ട. വരാൻ പോകുന്ന മാറ്റം എന്തുതന്നെ ആയാലും അതിനെ 2 കൈയും നീട്ടി സ്വീകരിക്കാൻ തയ്യാറാകുക. ഇതൊരു ടേണിംഗ് പോയിൻ്റാണ്. ശാന്തിയും സമാധാനവും ജഗദീശ്വരനും യൂണിവേഴ്സും നിങ്ങൾക്ക് നൽകട്ടെ. അപ്പോൾ ഈ റീഡിംഗ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.